കോമണ്ണ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാണ്ട് വേറെ പാർട്ടിക്കൊന്നും പോകില്ല. കോമണ്ണ മുസ്ലിം ലീഗിൽ തന്നെ നിൽക്കും. മുസ്ലിം ലീഗിൽ നിന്നുകാണ്ട് അതിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകാണ്ട് അതിലുള്ള കള്ളന്മാരെ എടുത്ത് പുറത്തേക്ക് ഇട്ടുകാണ്ട് ആ പാർട്ടിനെ നന്നാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് കോമണ്ണൻ്റെ നിലപാട്. തെറ്റ് ആര് ചെയ്താലും തെറ്റാണെന്ന് പറയും. അത് വലിയ നേതാവായാലും ചെറിയ നേതാവായാലും കുട്ടി നേതാക്കളായാലും പാർട്ടി ഉണ്ടാക്കി തന്നത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനാണ്, ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി നിലനിൽക്കാനാണ്, പാവപ്പെട്ടവനെ സഹായിക്കാനാണ്. ഇതിനാണ് കായികമില്ലത്ത് ലീഗ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആ ലീഗിനെ ഇന്നേ വരെ കൊണ്ടുപോയതും അതിൻ്റെ നേതാക്കളും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴുള്ള ഇസ്ലാമിൻ്റെ മയത്തെ കുറച്ച് ആളുകൾ അതിൽ വഹാബിസം കടത്തി കൂട്ടുകയും രാഷ്ട്രീയത്തെ വേറൊരു മേഖലയ്ക്ക് കൊണ്ടുപോവുകയും ശ്രമിച്ചു. ലീഗായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല ലീഗിനോട്. ലീഗ് രണ്ട് തലയും കത്തിച്ചിന പരിപാടി എടുക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നം. അവിടെയാണ് നമ്മൾ എതിർപ്പ്. ഷാജിൻ്റെ മായത്തെ ആളുകൾ, സലാമിൻ്റെ മായത്തെ ആളുകൾ 100% സമസ്തയുടെ വോട്ട് വാങ്ങിയിട്ട് സമസ്തയെ തന്നെ കുത്തുന്ന പരിപാടി എടുക്കുമ്പോൾ ശക്തമായിട്ട് നമ്മൾ സമസ്തയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കും. അത് നമുക്ക് പാർട്ടി ഒരു വിഷയമല്ല. നമുക്ക് 1, 2, 3 ദീനാണ്. അത് രാഷ്ട്രീയ പാർട്ടിയല്ല, അത് ദീനാണ്, സമസ്തയാണ്. അതിനെതിരെ ആര് വന്നാലും ശക്തമായിട്ട് ജീവൻ കൊടുത്തിട്ടും പോരാട്ടം നടത്തും. ഇനി പാർട്ടി എന്നു CH പറഞ്ഞ മാതിരി നേതാക്കളെ കണ്ടുകൊണ്ട് നിങ്ങൾ പാർട്ടിക്ക് വരരുത് തരണം. അവരുടെ സ്ഥാനമാനങ്ങൾ ഇല്ലാഞ്ഞപ്പോൾ ഇപ്പോൾ സലാം CPM വന്ന ആളല്ലേ, സ്ഥാനമാനം കിട്ടിയപ്പോൾ ലീഗിൽ ഇട്ട് ചാടി. ഇനി അപ്പുറത്ത് വേറെ സ്ഥാനം കിട്ടുമ്പോൾ ഓനാട് ചാടും. ഓനെ വിശ്വസിച്ചാണ്ട് എല്ലാ പാർട്ടിയിലും നിൽക്കുന്നത്. പാർട്ടിയിൽ തലപ്പത്ത് നിന്നുകൊണ്ട് കുരുത്തക്കേട് കാണിക്കുമ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള അണികൾ ഉണ്ടാകുമ്പോഴാണ് ഒരു പാർട്ടി നന്നാവുക. കാലം മാറും, സലാം പോവും, വേറെ നല്ല ആളുകൾ വരും. അപ്പോൾ സജീവമായിട്ട് മുസ്ലിം ലീഗ് തന്നെ പ്രവർത്തിക്കും. ഇപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം തലപ്പത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരെ ശക്തമായിട്ട് എതിർക്കപ്പെടുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല കോമണ്ണ പാർട്ടി മാറില്ല. പിന്നെ മറ്റു പാർട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ SDPI ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, മുസ്ലിം ലീഗ് ചരിത്രം പഠിക്കണം. ഇവിടെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ലീഗിൽ നിന്ന് പിരിഞ്ഞ് INL ഉണ്ടാക്കി. ആ കാലഘട്ടത്തിൽ സമസ്തയുടെ ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അല്ലെങ്കിൽ പോഷക ഘടകങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ INL ചേർന്നോ? അതിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതിനും മസ്ലഹത്ത് നടക്കലും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പറയണം, അതുപോലെ തന്നെ അതിൻ്റെ മസ്ലഹത്ത് ചർച്ചക്കും സമസ്തൻ്റെ പണ്ഡിതന്മാർ നടന്നിരുന്നോ? ഇല്ലല്ലോ. സമസ്തൻ്റെ വഴിക്ക് പോയി. അത് പാർട്ടിയാണ്, പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടിൻ്റെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകൾക്ക് ആ തീരുമാനം വിട്ടുകൊടുത്തു അല്ലേ? അതിനുശേഷം എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിരിക്കണം പാർട്ടിയിൽ? നേതാക്കന്മാർ തമ്മിൽ തന്നെ ഫൈറ്റ് കത്തിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ്? MK മുനീർ ആരായിരുന്നു? CHന്റെ പൊന്നോമന പുത്രൻ MK മുനീർ സാഹിബ് ആരായിരുന്നു? ഇവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടന്നില്ലല്ലോ. ആ ഫൈറ്റ് നടന്ന സന്ദർഭത്തിലൊക്കെ സമസ്ത രണ്ട് ചേരിയാക്കിയിട്ട് ഓലെ മാറ്റി നിർത്തി ഒരാളെ പ്രൊമോട്ട് ചെയ്യും മറ്റേ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ട് സമസ്ത മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇല്ല. അതിനുശേഷം ലീഗിലെ എത്ര യുവ പ്രാസംഗികന്മാർ പലതിൻ്റെയും പേരിൽ പുറത്തുപോയി. ഓലാരെങ്കിലും പ്രൊമോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓലാരെങ്കിലും പിന്തുണച്ചിട്ടോ അല്ലെങ്കിൽ ഓലാരെങ്കിലും ഉണ്ടാക്കിയതായിരിക്കുന്ന സംവിധാനത്തിന്റെ പിന്നാലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ അനുയായികളോ പോയിട്ടുണ്ടോ? തെളിയിക്കാൻ സാധ്യമില്ല. ഏറ്റവും ലാസ്റ്റ് പ്രഗത്ഭനായ പ്രശസ്തനായ എല്ലാ കഴിവുള്ള KT ജലീൽ സാഹിബ് പുറത്തുപോയി, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കി. ജലീൽ സാഹിബിന്റെ കൂടെ സമസ്തന്റെ അനുയായികൾ പോയോ? ഇല്ലല്ലോ. എത്ര സംഭവവികാസങ്ങൾ പാർട്ടിയിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട്, എന്തെല്ലാം കച്ചറകൾ നടന്നിട്ടുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, എന്തെല്ലാം ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട്. ഒഴിവാക്കിയ ആളുകൾ തന്നെ പുതിയ പാർട്ടികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതൊന്നും സമസ്ത പങ്കെടുക്കാറില്ല.
സമസ്തയിൽ പിന്നെ തീരുമാനം പറയാറില്ല, സമസ്ത അതിൻ്റെ പിന്നാലെ പോകാറില്ല, സമസ്തൻ്റെ വഴി നോക്കി ഇതേപോലെ ചെയ്താൽ പോരെ ഈ ചങ്ങായിമാർക്ക്. ഓർക്ക് ഓരോ തീരുമാനം കൊണ്ട് മുന്നോട്ട് പോയാൽ ഓരോ പാർട്ടി പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ. ഇന്നാ ഈ നാട് ഇത്രക്കും കുട്ടിച്ചോറാവുന്നോ? ഇത്രക്കും പ്രശ്നം ഉണ്ടാവുന്നു ഇവിടെ. ഇനി പാണക്കാട്ടെ തറവാട്ടത്തെ ആൾക്കാർ മധ്യസ്ഥന്റെ ആൾക്കാരാണ്, ജനങ്ങൾ തമ്മിൽ രമ്യതയിൽ എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ മതസൗഹാർദ്ദം വളർത്താൻ പറ്റുന്ന ആൾക്കാരാണ്. ഓല ആ പണിയെടുത്താൽ മതിയല്ലോ. ആ പണി അവർ എടുക്കണ്ടേ? കഴിഞ്ഞ കാലത്തുള്ള നേതാക്കന്മാരെ മുഴുവൻ ആ പണിയെടുത്തത്. എന്തിനത് രണ്ടും രണ്ടാക്കിയത് ഒരു ചേരിയിൽ മാത്രം നിന്ന് പ്രവർത്തിക്കേണ്ടത്? ഇപ്പൊ പാണക്കാട്ടെ കുടുംബം ഒരു ചേരിയിൽ മാത്രം നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നുള്ളത് പച്ചയായ സത്യല്ലേ? പച്ചയായ സത്യല്ലേ? ഇതറിയാത്ത ആൾക്കാരാരുള്ളത്? ഒരു വിഷയത്തിൽ തീരുമാനം പറയേണ്ട ആൾക്കാർ ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ പാടില്ലല്ലോ. രണ്ട് ഭാഗത്തു നിന്നും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം തെറ്റെവിടെയാണെങ്കിൽ അവിടെ ആ തെറ്റ് പരിഹരിക്കാൻ വേണ്ടി പറയുകയും ആ തെറ്റ് പരിഹരിച്ച് കാണിച്ചു കൊടുക്കുകയും അതിന് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം എന്ത് ചെയ്യണം? മുറിച്ചെന്നിടണം. അതല്ലേ കഴിഞ്ഞ കാലത്തുള്ള തീരുമാനങ്ങളും കഴിഞ്ഞ കാലത്തുള്ള ആളുകൾ കാണിച്ചു തന്ന മാർഗം. ഇവിടെ സംഘടന പരിപാടി നോക്കുക, പാർട്ടിന്റെ പരിപാടി നോക്കുക, ഇന്ന് അവിടെ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് പാർട്ടി കയറി വന്നിട്ട് ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ താറടിക്കാനും ഓല ടൗസർ അയച്ചാനും ഓല തലയിക്കെട്ട് അയച്ചാനും ഓല തലയിൽ മുണ്ടിട്ട് നടത്താനും മെനക്കെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? ഇതിനൊക്കെ ഒരു പര്യവസാനം ഉണ്ടാവുന്നില്ലെങ്കിൽ നാളെ പിന്നെ അതൊന്നും ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതൊന്നും അനുഭവിക്കാനുള്ള ചങ്കുറപ്പും നെഞ്ചുറപ്പും ചിലപ്പോൾ അപ്പം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ നല്ലതാ.